ഹലോ കൂട്ടുകാരെ, നല്ല പച്ച ചെറിയ മീനെന്നേ ഉള്ളൂ, പക്ഷെ നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഈ മീൻ കറി റെസിപ്പിയാണ് ഞാൻ ഇടാൻ പോകുന്നത്. മീനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ. എൻ്റെ ഈ വീഡിയോ ഇപ്പോഴത്തെ ന്യൂ ജൻ കുട്ടികൾക്കായിട്ടാണ്. ഒരു മീൻ കറി റെസിപ്പിയാണ്. ആദ്യമായിട്ട് തേങ്ങ എടുക്കുക, എന്നിട്ട് തേങ്ങ തിരുവുക. ഇപ്പോൾ തിരുവാൻ എനിക്കും പാടാണ്, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ കുത്തി തേങ്ങ ഇങ്ങനെ കുത്തിയെടുക്കുക. ഒരു തറയിൽ വെച്ചിട്ട് പെട്ടെന്ന് വരും. ജസ്റ്റ് ഇങ്ങനെ കുത്തിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ അരിയുക. ഇങ്ങനെ കുഞ്ഞുകുനാന്നരിയണം. എങ്ങനെ അരിയണം? കുഞ്ഞുകുനാന്നരിയണം. കുഞ്ഞുകുനാന്ന് തന്നെ അരിയണം കേട്ടോ. കുഞ്ഞുകുനാന്ന് തന്നെ അരിയണം കേട്ടോ, അല്ല മിക്സിയുടെ ജാറിൽ കയറി സ്റ്റക്കാവും. അപ്പോൾ കണ്ടോ, എനിക്ക് ആവശ്യമുള്ള തേങ്ങ മൊത്തം ഞാനിതാ നുറുക്കിയെടുത്ത് കഴിഞ്ഞു. ചിരട്ട ഒരു മുറി തേങ്ങ മൊത്തം ഞാൻ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം. ഡ്രൈ ആയ ഒരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒരു പകുതിയുടെ ഇടാവൂ, ഫുൾ ഇടരുത്. ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ അതിൻ്റെ ബാക്കിലെ ആ കറുപ്പങ്ങ് കട്ട് ചെയ്തിട്ട് എടുക്കും. ഞാൻ അതിനൊന്നും മെനക്കെടാറില്ല, അത് നല്ലതാണ്. അത് എടുത്ത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് എടുത്ത് വെച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് തേങ്ങയിട്ട് പൊടിക്കാം. അപ്പോൾ തേങ്ങ മൊത്തം പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും തേങ്ങ നമുക്ക് ആവശ്യമില്ല. എൻ്റെ തെങ്ങിലെ തേങ്ങയാണ്. അപ്പോൾ എൻ്റെ സ്വന്തം തേങ്ങ, ഈ തേങ്ങ ഇച്ചിരി വലുതാണ്. അപ്പം ഒരു മുറിയും എടുത്തു. ബാക്കി നമുക്കെടുത്ത് വയ്ക്കാം, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന അടുത്ത ആവശ്യങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻ്റ് ഒക്കെ എടുത്ത് തേങ്ങയുടെ കൂടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അരയ്ക്കാനുള്ള പരിപാടി നോക്കാം. തേങ്ങയൊക്കെ തിരുവി മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അരയ്ക്കാൻ ആവശ്യമുള്ളത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു നാരങ്ങ വലിപ്പത്തിന് പുളി ഇത്രയും. അത് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് പുളി എടുത്താൽ മതി. പുളി, പിന്നെ ചെറിയ ഉള്ളി, മുളകൊക്കെ ഓരോരുത്തരുടെ എരിക്കനുസരിച്ച്. പിന്നെ ഞാൻ കുറച്ച് കുരുമുളകും കൂടി ചേർക്കാറുണ്ട്. കുരുമുളക് ഇപ്പം ഇല്ല, പൊടിയേ ഉള്ളൂ. ആ പൊടി ഞാൻ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിടും. കുരുമുളകിൻ്റെ ടേസ്റ്റ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ടാണ്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ചിലർക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ അവോയ്ഡ് ചെയ്യുക. ഇത്രയുമാണ് അരയ്ക്കാനുള്ള സാധനം. ബിഗിനേഴ്സ് ഇനി മീൻ കറി വെക്കാൻ അറിയില്ല എന്ന് പറയരുത്, അതുകൊണ്ടാണ് ഇത്ര വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ഒരു മീൻ കറിക്ക് ഇത്രയും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. പക്ഷേ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് എൻ്റെ ഈ വീഡിയോ, അതുകൊണ്ടാണ് ഇത്ര ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി അരയ്ക്കാനുള്ള അരപ്പ് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് എല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ മീൻ്റെ അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കലക്കി നമുക്ക് വയ്ക്കാം. എന്നിട്ട് മീൻ വെട്ടുന്നതും ഒക്കെ കാണിച്ചു തരാം. മീൻ വെട്ടുന്നതൊക്കെ കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് പോകുമെന്നൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അരച്ചൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇനി വേണം മീൻ വെട്ടാൻ. അപ്പം നമ്മുടെ അരപ്പൊക്കെ അരച്ചു അടുപ്പിലേക്ക് കയറ്റി. ഇനി അതിലിടാനുള്ള 2 പച്ചമുളകും ടൊമാറ്റോയും എടുക്കണം. അപ്പോൾ അരപ്പൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്.
ഇതിലേക്ക് പച്ചമുളകും ടൊമാറ്റോയും ഇടുക. ഇനി ഇത് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് ഇതാണ്. കറിയെല്ലാം വറ്റി വന്നിട്ടുള്ള സൂപ്പർ ടേസ്റ്റി മീൻ കറി ഈസ് റെഡി. സൂപ്പർ ടേസ്റ്റി മീൻ കറി ഈസ് റെഡി.